നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് C++ പ്രോഗ്രാമിങ്ങിൽ ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസ് ആണ്. സോ നമുക്ക് ആദ്യമായി വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. സോ വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡാറ്റകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. സോ അത്തരം ഡാറ്റകൾ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോ വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഡാറ്റ. സോ ഇനി നമുക്ക് ഡാറ്റ ടൈപ്സ് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ വിവിധ തരത്തിലുള്ള ഡാറ്റകളാണ് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുക. ഉദാഹരണമായി നമ്മൾ നമ്പർ ഉപയോഗിക്കും, അതുപോലെ തന്നെ ടെക്സ്റ്റ് ഉപയോഗിക്കും, അതുപോലെ തന്നെ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ്, പോയിൻ്റുള്ള നമ്പേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. സോ അത്തരം വിവിധ തരത്തിലുള്ള ഡാറ്റകളാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തിൽ നമ്മുടെ C++ പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വരുന്നത് ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ നമ്മൾ ഇൻറ്റ് എന്ന് പറയുന്ന കീവേഡാണ് ഉപയോഗിക്കുന്നത്. സോ ഇത് നമ്മൾ വോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. സോ അതായത് പോയിൻ്റുള്ള നമ്പർ ഇല്ലാത്ത ഏത് നമ്പറും വോൾ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് വരുന്നത് ഫ്ലോട്ട് അതുപോലെ ഡബിൾ എന്ന് പറയുന്ന രണ്ട് ഡാറ്റ ടൈപ്സ് ആണ്. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലോട്ട് ഉപയോഗിക്കുന്നത് ഡെസിമൽ നമ്പേഴ്സ്, അതായത് പോയിൻ്റുള്ള നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നത് ഉപയോഗിക്കുന്നു. സോ ഫ്ലോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 7 ഡെസിമൽ ഡിജിറ്റ് വരെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഡബിൾ ആണെങ്കിൽ നമുക്ക് 15 ഡെസിമൽ ഡിജിറ്റ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ബൂൾ അഥവാ ബൂലിയൻ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. ഇതിൽ നമ്മൾ ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന ഈ രണ്ട് വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഈ രണ്ട് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് ബൂൾ എന്ന് പറയുന്ന അഥവാ ബൂലിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് ചാറാണ്. ചാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാരക്ടറാണ്, അതായത് സിംഗിൾ ക്യാരക്ടർ. ഉദാഹരണമായി നമ്മൾ എ അല്ലെങ്കിൽ ബി, സി ഇതുപോലെയുള്ള സിംഗിൾ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് ചാർ ഉപയോഗിക്കാം. അടുത്തതായി വരുന്നത് സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. ടെക്സ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സാണ്. സോ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് അടങ്ങിയ ടെക്സ്റ്റ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് സ്ട്രിംഗ് ഉപയോഗിക്കാം. സോ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നു. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രോഗ്രാമാണിത്. സോ ഇതിൽ നമ്മൾ ഇനി ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ്. സോ നമുക്ക് ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്ന് നോക്കാം. സോ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഏത് ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഏത് ഡാറ്റ ടൈപ്പാണോ അതിൻ്റെ കീവേഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുക. സോ ഇതാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള സിൻടാക്സ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന വേരിയബിൾ എന്ന് പറയുന്നത് ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന വേർഡ് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യുന്നതിനുള്ള വേരിയബിളാണ്. സോ നമുക്കറിയാം ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റാണ്, അതായത് അത് സ്ട്രിംഗ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലാണ് വരുന്നത്. സോ നമുക്ക് ആദ്യമായി ഡാറ്റ ടൈപ്പിൻ്റെ പേര് കൊടുക്കാം, സ്ട്രിംഗ്. അതിനുശേഷം ഒരു സ്പേസ് കൊടുത്ത ശേഷം നമ്മുടെ വേരിയബിളിന് ഒരു നെയിം കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ മെസ്സേജ് എന്നാണ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ കൊടുത്ത് നമ്മൾ സെമിക്കോളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു ഈക്വൽ ടു സൈൻ കൊടുത്ത ശേഷം ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ നമ്മൾ ഹലോ വേൾഡ് എന്ന് കൊടുക്കും. സോ ഇപ്പോൾ നമ്മൾ മെസ്സേജ് എന്ന് പറയുന്ന ഈ വേരിയബിളിലോട്ട് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഈ കൊടുക്കുന്ന വേരിയബിൾ നെയിമിനെ നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സോ നമ്മൾ ഈ വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ C++ പ്രോഗ്രാമിലെ കീവേഡ്സ് എന്ന് പറയുന്ന, അതായത് റിസർവ്ഡ് വേർഡ്സ് എന്ന് പറയുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഉദാഹരണമായി നമുക്ക് യൂസിങ്, അതുപോലെ നെയിം സ്പേസ്, അതുപോലെ STD, അതുപോലെ ഇൻറ്റ്, മെയിൻ, ഇവയെല്ലാം C++ പ്രോഗ്രാമിൽ ഓൾറെഡി ഉള്ള വേർഡ്സാണ്. അതിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്നത്. സോ ഈ കീവേഡ്സിൻ്റെ നെയിം നമ്മളിവിടെ നമ്മുടെ വേരിയബിൾ നെയിമിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കീവേഡ്സിൻ്റെ നെയിം നമ്മൾ വേരിയബിൾ നെയിമിൽ കൊടുക്കാൻ പാടില്ല. അതല്ലാത്ത ഏതൊരു പേരും നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഞാനിവിടെ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിലോട്ട് ഹലോ വേൾഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് സ്റ്റോർ ചെയ്തു. ഇനി എനിക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കണമെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് എനിക്ക് എവിടെയാണോ ഹലോ വേൾഡ് വേണ്ടത് അവിടെ എനിക്ക് ഈ വേരിയബിൾ ഇനി ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സോ ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിച്ചു. സോ എനിക്ക് എവിടെയാണോ ഇനി ഹലോ വേൾഡ് വേണ്ടത്, ഉദാഹരണമായി ഞാനിവിടെ സി ഔട്ട്, ഇതുപോലെ മെസ്സേജ് ഈസ്, പിന്നെ ഒരു ഇൻസേർഷൻ ഓപ്പറേറ്റർ കൊടുത്ത ശേഷം ഞാൻ മെസ്സേജ് എന്ന് കൊടുക്കുന്നു, വീണ്ടും ഒരു എൻഡ് ലൈൻ. സോ ഇപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്ത് ഈ സെയിം വേരിയബിൾ ഉപയോഗിച്ചു. സോ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ നമ്മുടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് വന്നു. രണ്ടാമത് മെസ്സേജ് ഈസ് ഹലോ വേൾഡ്. സോ നമ്മൾ രണ്ട് സ്ഥലത്ത് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ഉപയോഗിച്ചു. പക്ഷേ നമ്മൾ ഉപയോഗിച്ചത് നമ്മൾ സ്റ്റോർ ചെയ്ത വേരിയബിളാണ്. സോ ഇത്തരത്തിലാണ് നമുക്ക് വേരിയബിൾ ഉപയോഗിക്കേണ്ടത്. സോ നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് ആ വേരിയബിൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അടുത്ത ലൈനിൽ വന്ന ശേഷം
നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ ഹലോ എന്ന് കൊടുക്കുന്നു. സോ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കും, ഒരൊറ്റ ലൈനിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഹലോ എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും ലഭിക്കുക. സോ നമുക്കൊരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്, കാരണം നമ്മളിവിടെ സെമികോളൻ കൊടുത്തിട്ടില്ല. സെമികോളൻ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും റൺ ചെയ്യുന്നു. സോ നമുക്ക് ഇപ്പോൾ മെസ്സേജ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഹലോ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റാണ് വന്നത്. മെസ്സേജ് ഈസ് ഹലോ. സോ ഇത്തരത്തിൽ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ എല്ലാ ഒരു ഡാറ്റ ടൈപ്പിൻ്റെയും ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മൾ മെസ്സേജിൻ്റെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇൻറ്റിജർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഇൻറ്റ് നമ്പർ എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു ഞാൻ 1000 കൊടുക്കുന്നു. ശേഷം സി ഔട്ട് നമ്പർ ENTL ഇൻറ്റിജർ കൊടുത്തു. ഇനി അടുത്തതായി നമുക്ക് ഫ്ലോട്ട് കൊടുത്ത് നോക്കാം. ഫ്ലോട്ട് നമ്പർ ഈക്വൽ ടു 1.36 എന്ന് കൊടുക്കുന്നു. അടുത്തതായി നമ്മൾ സി ഔട്ട് അത് പ്രിൻ്റ് ചെയ്യുന്നു. ഫ്ലോട്ട് നമ്പർ കൊടുത്തു. നമ്മൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് കൊടുത്തു. ഇനി നമ്മളടുത്ത് നമുക്ക് ഡബിൾ കൊടുത്ത് നോക്കാം. ഡബിൾ DB നമ്പർ ഈക്വൽ ടു 2.987654. സോ നമ്മൾ വേരിയബിൾ നെയിം കൊടുക്കുന്ന സമയത്ത് ഈ ഒരു തരത്തിൽ കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാമൽ കേസ് ലെറ്ററിൽ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ കൊടുക്കുക, പിന്നെ വരുന്നതിൻ്റെ വേർഡിൻ്റെ എല്ലാം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ഇതാണ് ഒരു ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ആ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മൾ സി ഔട്ട് നമ്മൾ DB നമ്പർ പ്രിൻ്റ് ചെയ്യുന്നു. DB നമ്പർ ENTL. ഇനി നമുക്ക് അടുത്തതായി ബൂളിയൻ ചാർ സ്ട്രിങ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് ബൂളിയൻ ചാർ കൂടി കൊടുത്ത് നോക്കാം. സോ നമ്മൾ ബൂൾ CPGM എന്ന് പറയുന്ന വേരിയബിളാണ് കൊടുക്കുന്നത്. നമ്മൾ ഇതിലോട്ട് ട്രൂ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ശേഷം നമ്മളത് പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നു. സി ഔട്ട് CPGM ENTL. അടുത്തതായി വരുന്നത് ചാറാണ്. നമ്മൾ ചാർ വേരിയബിൾ നമ്മൾ ചാർ ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അതിലോട്ട് നമ്മൾ ഒരു സിംഗിൾ ക്യാരക്ടർ ഉദാഹരണമായി സ്റ്റോർ ചെയ്യുന്നു. സോ ചാർ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിൾ കോട്ടിനുള്ളിലാണ് ചെയ്യേണ്ടത്. സ്ട്രിംഗ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഡബിൾ കോട്ടിനുള്ളിൽ ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഞാൻ സി ഔട്ട് ചാർ ടെക്സ്റ്റ് ENTL. സോ നമ്മൾ എല്ലാ ഡാറ്റ ടൈപ്പിലും ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അത് പ്രിൻ്റ് ചെയ്തു. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സെമിക്കോളൻ കൊടുത്തിട്ടില്ലായിരുന്നു. സോ നമുക്കൊന്ന് പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം. നമുക്ക് ആദ്യം നമ്മുടെ സ്ട്രിംഗ് ഹലോ വേൾഡ്, പിന്നെ നമ്മുടെ നമ്പർ 1000, പിന്നെ ഫ്ലോട്ട് നമ്പർ 1.36, അതിനുശേഷം നമ്മുടെ ഡബിൾ നമ്പർ നമുക്ക് ലഭിച്ചു. അതിനുശേഷം ബൂൾ എന്ന് പറയുന്ന CPGM ട്രൂ, അതായത് ട്രൂ ആണെങ്കിൽ നമുക്ക് 1 എന്ന് ലഭിക്കുന്നു, ഫാൾസ് ആണെങ്കിൽ 0 എന്ന് ലഭിക്കുന്നു. സോ അതിനുശേഷം നമ്മുടെ ക്യാരക്ടർ നമുക്ക് ലഭിച്ചു. സോ ഇത്തരത്തിലാണ് നമ്മുടെ ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾ C++ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത്.